ആമേൻ. കർത്താവായ യേശുവേ എന്നിട്ട് കൂടെ വരല്ലേ. ആ മനസാക്ഷിയോടായി പറയുന്നത് സ്വത്രം. എന്നാൽ പിതാക്കന്മാരുടെ കാലത്ത് അവർ ആവേശത്തോടെ പറയും, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. അല്ലേ? ഇപ്പൊ പ്രൈസ് ദ ലോർഡ് അങ്ങനെ പണ്ട് അവൻ പറയും പ്രൈസ് ദ ലോർഡ് എന്ന് പറയും, പിന്നെ പോയിട്ട് പ്രൈസ് ഗോഡ്. അത് ഇപ്പൊ പ്രൈസ് ഗാഡ് അങ്ങനെ കേൾക്കുന്നുള്ളൂ. ഗാഡ് പ്രൈസ് ഗാഡ്. അപ്പൊ സംഗതി ശ്രദ്ധിക്കണമെങ്കിൽ എല്ലാം ചുരുക്കി വരിക. അപ്പൊ ഏതായാലും കാഹളനാദത്തിങ്കൽ തനിക്കായി കാത്തു നിൽക്കുന്നവരെ കണ്ണിവയ്ക്കുന്നതിനിടയിൽ ഈ കൺപോള ഒന്നത ഇങ്ങനെ അടച്ചു തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തു നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. നിലയ്ക്കാത്ത നാഴികയിൽ കർത്താവിന്റെ വരവ് വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അത് ഏത് ലോകത്തിന്റെ 5 വൻകരയിൽ ഇരുന്നാലും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അന്നാളിൽ 2 പേർ വയലിലേക്ക് ഓർത്തെടുക്കപ്പെടും, മറ്റോ പക്ഷേ 2 പേർ തിരികെ പൊടിച്ചോണ്ടി ഓർത്തെടുക്കപ്പെടും, മറ്റോ പക്ഷേ 2 പേർ കട്ടിലേക്ക് കടക്ക് ഓർത്തെടുക്കപ്പെടും. ഇത് മൂന്ന് സമയമാണ്. വയലിൽ പോകുന്നത് പ്രഭാതത്തിൽ, തിരിക്കല്ലി പൊടിക്കുന്ന വെയിലാറിയ സമയം ഈവനിങ് സമയം, കട്ടിലെ ഉറങ്ങാൻ കിടക്കുന്ന രാത്രി മൂന്ന് സമയമാണ്. ഇന്ന് രാത്രി കാഹളം മുഴങ്ങിയാൽ അമേരിക്കയിലിരിക്കുന്ന ഷമീർ രാത്രിയിലും അവിടെ വയലിൽ പണിക്ക് പോകുന്ന കറിയാച്ചൻ നാട്ടിൽ ഇരിക്കുന്ന കറിയാച്ചനും ഇത് രണ്ടുമല്ലാതെ വൈകുന്നേര സമയമുള്ള രാജ്യങ്ങൾ വേറെയുണ്ട്. അവിടെ ഇരിക്കുന്നവനും രക്ഷിക്കപ്പെട്ടവൻ ഒരേ സമയം കർത്താവിന് എടുക്കപ്പെടും. അവൻ നോക്കണേ, അവൻ എടുക്കപ്പെടും. അവൻ അപ്പോൾ അവൻ എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. അവൻ കാരണം ഈ എടുക്കപ്പെടുമ്പോ ലോകത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. എന്താ മാറ്റം? ബാബുച്ചാൻ ഇവിടുന്ന് കൺവെൻഷൻ കഴിഞ്ഞ് കണക്റ്റുകെട്ടിലോട്ട് വണ്ടി ഓടിച്ചു പോകുന്ന രംഗമാ. അവൻ കാഹളം മുഴങ്ങിയെന്നിരിക്കട്ടെ, ബാബുച്ചാൻ അങ്ങ് പറഞ്ഞങ്ങ് പോയി, വണ്ടിയുടെ ഗതിയോ അവൻ നേരെ എന്ന് കൂട്ടിയിടിച്ച്. അങ്ങനെ എത്ര വണ്ടി, എത്ര ദൈവമക്കൾ എല്ലാം ഇടിച്ചു കത്തിക്കരിഞ്ഞ്. ചില വണ്ടിയാണെ പമ്പിലോട്ട് കയറി ഇടിച്ചു, പമ്പ് പൊട്ടിയ ബോംബ് പൊട്ടിയ പോലെ. ഇതെല്ലാം കണ്ട് അവൻ ഫ്ലാറ്റിന്റെ പോലെ ഇരുന്ന് അച്ചായൻ താഴോട്ട് നോക്കിയിട്ട് കത്തട്ടെ, അങ്ങനെ കത്തട്ടെ. കാര്യം ആനപ്പുറത്തിരിക്കുക, വട്ടിയെ പേടിക്കണ്ടല്ലോ. അങ്ങനെ ഇരുന്നുണ്ടായി കത്തട്ടെ എന്ന് പറയുമ്പോഴാ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് അങ്ങ് പോയി നടക്കുന്നു മണ്ടയ്ക്ക്. ഇതൊക്കെ സംഭവിക്കും, കളിയല്ലത്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു വചനം ഞാൻ ഓർക്കുന്നു. അന്നാളിൽ ആകാശത്തിനും ഭൂമിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോർത്തുകൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക്, വാക്ക് ശ്രദ്ധിക്കണം, ഭൂമിയിലെ ജാതികൾക്ക്, അർത്ഥാൽ ദൈവജനം ഇവിടെ ഇല്ല, ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. ഈ പരിഭ്രമം പിടിക്കുമ്പോഴാണ് സമാധാനം പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നവന്റെ പേരാണ് എതിർ ക്രിസ്തു. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ സംഭവിക്കാൻ പോവുക. എതിർ ക്രിസ്തു വെളിപ്പെടും. എന്താ ഭാഷ? അവൻ ഇപ്പൊ വെളിപ്പെടാത്തത്. ഒരു വാക്യം കൂടെ വായിക്കാനേ സമയമുള്ളൂ, വായിക്കാം. ആമേൻ. 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കൂടി വാ. 2 തെസ്സലോനിക്ക ലേഖനം 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നിർത്താനേ നിവർത്തിയുള്ളൂ. കാഹളം ധരിക്കാൻ താമസമെങ്കിൽ കർത്താവ് അനുവദിച്ചാൽ ഇനിയും ന്യൂയോർക്കിൽ എവിടേക്കോ മീറ്റിംഗ് ഒരു 2-3 ദിവസം ഉണ്ടെന്നായി എന്റെ അറിവ്. നിങ്ങൾക്ക് കൃത്യമായിട്ടാണെങ്കിൽ ജെയിംസ് എബ്രഹാം തേവർക്കുഴി നിങ്ങൾക്കെല്ലാം ഇമെയിൽ അയക്കുന്ന അച്ഛൻ. അപ്പൊ അച്ഛനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇനി എവിടെ, അതിന്റെ നമുക്ക് ബാക്കി കേൾക്കാം. ആമേ ശ്രദ്ധിച്ചേ, ആമേ ഒന്ന് വായിച്ചേ. ആമേ 2 മുതൽ 2-ാം അധ്യായം 1 മുതൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും, ശ്രദ്ധിക്കണം, പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോളാം, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച്, കർത്താവ് വരാൻ പോകുന്ന കാര്യം ശരിയാ എന്നും പറഞ്ഞ് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന പാപത്തിലുള്ള ലേഖനം എന്ന പാപത്തിൽ, ഞങ്ങൾ എഴുതിയതല്ല, ഞങ്ങൾ എഴുതിയതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ പറയാം, ഞങ്ങൾ എഴുതിയതാണെന്നും പറഞ്ഞുള്ള പാപത്തിലോ ആമേ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ഞങ്ങൾ എഴുതിയ പാപത്തിലായിരിക്കും വന്നിട്ട് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പൗലോസ് ഒരു ബാധയായിരുന്നു, അതുകൊണ്ട് നീയും ഒരു ബാധയാകണം. ഇത് കേൾക്കുന്ന വിശ്വാസി പെട്ടെന്ന് തുറന്നു കൊണ്ട് നോക്കുമ്പോ അതുകൊണ്ടുണ്ട് പൗലോസിനെ കുറിച്ച് ഈ മനുഷ്യൻ ഒരു ബാധ കൊണ്ടുണ്ട്. അടിച്ചോളൂ. ഞങ്ങൾ എഴുതി എന്ന ലേഖനത്താലോ അവൻ സുബോധം വിട്ട് ഇളകരുത്. ഇളകി കൊടുക്കാനല്ല പറഞ്ഞ, ഇളകരുത്. കാരണം പൗലോസിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഒരൊറ്റ സ്ഥലത്ത് പോലും ബാധയെന്ന് സംബോധന ചെയ്തില്ല. ദൈവ സംബോധന ചെയ്ത വാക്കല്ലത്. ഭരണാധികാരികൾ
അവനെ കുറിച്ച് ഗതികെട്ട് പറഞ്ഞതാ, ഈ മനുഷ്യനൊരു ബാധയായല്ലോ. ഭരണാധികാരികള് എതിർപക്ഷം പറഞ്ഞതാ. എന്നാൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ആർക്കും ബാധയായിട്ടില്ലെന്ന് പറഞ്ഞ പൗലോസ് അതിനെ നിഷേധിക്കുക. അവിടെ ദൈവം പൗലോസിനെ ബാധ എന്നൊന്നും വിളിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ ബാധ എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുമെന്ന് പൗലോസ് പറഞ്ഞു. എന്തെങ്കിലും കേട്ട് ആയിരങ്ങൾ കിടന്നങ്ങ് തലേ കുത്തി അങ്ങ് മറിയുക, വല്ലതും എഴുതി എന്നുള്ള ഭാവത്താലോ നിങ്ങൾ ഇളകരുത്, ഞെട്ടിപ്പോകരുത്. അടുത്ത വാക്ക്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ചതി പറ്റിക്കൊണ്ടിരിക്കുക എന്ന് ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും ഇത് തന്നെത്താൻ ഉയർത്ത എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ട ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ എന്താ ഭാഷ ഈ പുള്ളി ഇപ്പൊ വരാത്തത് ചോദിച്ചാൽ ഇപ്പൊ തടുത്തു നിർത്തിയേക്കുക. ആ തടുക്കുന്നത് എന്താന്ന് നിങ്ങൾ അറിയുന്നു. അടുത്ത വാക്ക്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് എന്ത് ചെയ്യണം? നീങ്ങിപ്പോണം. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ്. ഇരുട്ടിന്റെ ആത്മാവ് വെളിപ്പെടാതിരിക്കാൻ തടുത്തു നിർത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് നീങ്ങിക്കൊടുക്കണം. പരിശുദ്ധാത്മാവ് നീങ്ങുമ്പോൾ കൂടെ ദൈവസഭയും നീങ്ങും. പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട സഭയുമായി മധ്യാകാശ മണിപ്പന്തലിൽ കയറി കഴിയുമ്പോഴാണ് ഇവൻ വെളിപ്പെട്ടു വരുന്നതിന്റെ തെളിവ് വേദപുസ്തകത്തിൽ കിടക്കുന്നത്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങുമ്പോൾ അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കാട്ടണം. ഇനിയെങ്കിലും ബോധം വീഴണം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. അടയാളം അത്ഭുതം കേട്ടങ്ങ് കോരിത്തരിക്കുന്നവർക്ക് ഒന്നുകൂടെ കേട്ടണം. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? അപ്പൊ ദൈവം അയക്കുന്ന സൗഖ്യം, ദൈവം അയക്കുന്ന അത്ഭുതം, ദൈവം അയക്കുന്ന അടയാളം അത് വ്യാജമല്ല, അത് സത്യമായിരിക്കും. ദൈവം മുടന്തര നടത്തിയാൽ പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല അവൻ നടക്കുന്നത്, അവൻ ചാടി എഴുന്നേറ്റ് നടക്കും. ദൈവം കണ്ണാടി ഊരിക്കളഞ്ഞ് കാഴ്ച കിട്ടിയാൽ പിറ്റേ നമ്മൾ വേറെ കണ്ണാടി മേടിക്കേണ്ട ഗതികേടില്ല. ദൈവം വടിയെടുത്ത് കളഞ്ഞാൽ പിന്നെ സംഘാടകർ കയ്യെ പിടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സൗഖ്യമായി എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സാത്താന്റെ വ്യാപാരി ശക്തി ആൾക്കൂട്ടമുള്ളടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അത് വ്യാജമല്ല, അത് അനുഭവിച്ച ദൈവമക്കളാണ് ഇതിനകത്തിരുന്ന് സന്തോഷത്തോടെ. അങ്ങനെയുള്ള ജീവനുള്ള സാക്ഷികളാ ഇവിടെ പാട്ടുപാടിയ സഹോദരൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യം നിങ്ങളിൽ പലർക്കും പറയാൻ പറ്റും. മരിച്ചു അല്ലെങ്കിൽ ഇനി ഇല്ല എന്ന മെഡിക്കൽ സയൻസ് വിധി എഴുതിയ സ്ഥാനത്ത് നിന്ന് തമ്പുരാനെ താണ്ടെ ഭാവിച്ചായിരിക്കുന്നു അത്ഭുത സാക്ഷിയായി. എന്താ? അത് വ്യാജമായ സഖ്യല്ല, ജീവനോടെ കൺമുന്നിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വ്യാജമായത് തിരിച്ചറിയാൻ പറ്റാതെ പോയൊരു പരാജയമാണ് ആത്മീയഗോളം ഈ ലേബലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മടങ്ങി വരാം. അപ്പൊ ചോദിക്കും, മാസ്റ്റർ ഇതൊക്കെ എന്താ മാസ്റ്റർ? എന്നോട് ചെന്ന് ചോദിക്കാം, എന്താ ഇത് എങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇത് എന്താ മനസ്സിലാകാത്തത്? അത് താഴോട്ട് വായിച്ചാൽ നിർത്താൻ ശ്രദ്ധിച്ച് കേൾക്കണമേ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നല്ല കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അടുത്ത വാക്കാണ്, ശ്രദ്ധിക്കണം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ ആത്മാവിനെ അയക്കുന്നു. ഇപ്പൊ അവരുടെ മേലെ വ്യാജത്തിന്റെ ആത്മാവിനെ ഇട്ടിരിക്കുക. അതുകൊണ്ട് അവർ വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം സത്യമാണെന്ന് അവർക്കങ്ങ് തോന്നുക. അതിന് ദൈവം അനുവദിച്ചു കൊടുത്തേക്കുക. എന്തിനാണെന്നറിയാവോ? ന്യായവിധി വരേണ്ടത്. ആ ന്യായവിധിയാ നമ്മൾ വായിച്ച പുതുവാക്യം.
അവിടെ എത്താൻ ഞാൻ ഇന്ന് സമയമില്ല, എടുക്കുന്നില്ല. ദൈവം അനുവദിച്ചു വരും ദിവസങ്ങളിൽ എത്തട്ടെ. അതുകൊണ്ട് സകല ലോക സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നു, കാഹളം ധ്വനിക്കാൻ ഇതാ സമയമായി. പ്രകൃതി സംഭവങ്ങൾ പകൽ വെളിച്ചം പോലെ കൺമുന്നിൽ വെളിപ്പെട്ട് കിടക്കുന്നു, കാഹളം ധ്വനിക്കാൻ സമയമായി. നിർമ്മല കന്യകയായി പാപം കൂടാതെ ആ കർത്താവിന്റെ കാഹളനാദത്തിൽ എടുക്കപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത നിത്യഭവനം നമുക്കായി ഒരുക്കി ഇതാ കാന്തൻ വരുവാൻ സമയമായി. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ, അല്ല ഇന്ന് എന്റെ പ്രാണൻ എന്നോട് ചോദിച്ചാൽ, എനിക്ക് എന്റെ നിത്യത ആ കർത്താവിനോട് കൂടെ ചെലവഴിക്കണമെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമടിച്ച ദൈവത്തെ സ്തുതിച്ച് പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ കാണും അവിടെ.